അപ്പോൾ നമ്മളുടെ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് വണ്ടി കേട്ടോ. അപ്പോൾ നമ്മളുടെ വണ്ടി ഇപ്പോൾ കിടക്കുന്ന അവസ്ഥ ഇങ്ങനെയാണ്. നമ്മൾ ഇത് മഴക്കാലത്ത് വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. നമ്മളിപ്പോൾ 2018 റെഡൊക്കെ ഉണ്ടായപ്പോൾ ഇതൊരു മെക്കാനിക്കൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിനായാലും അതുപോലെ തന്നെ ഗ്യാരേജിൽ പോകേണ്ട ആവശ്യത്തിനായാലും അത്യാവശ്യം കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഓടിയ ഒരു വണ്ടിയാണ്. അപ്പോൾ നമ്മൾക്കിത് കോൾഡ് സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത് വണ്ടി ഇപ്പോൾ കുറേ നാളായി കിടക്കണത്. അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ ഫ്രിഡ്ജ് അടക്കം നമ്മളുടെ ഈ വണ്ടിയിലകത്തുണ്ടെന്ന് തന്നെ പറയാം. കുറേ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റാർട്ടിങ് ചെയ്യാം. ഞാൻ കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, കാരണം ഇപ്പോൾ നിങ്ങൾ കോവിഡ് ആയ സമയത്ത് വെറുതെ രോഗം വരുത്താൻ മഴയത്തടക്കം വിചാരിക്കരുത്. അപ്പോൾ നമുക്ക് ബാറ്ററി എടുക്കാം. അപ്പോൾ നമ്മൾ ഈ വണ്ടി ഉപയോഗിക്കുന്നത് നമ്മളുടെ ടൂൾസൊക്കെ എടുത്ത് വയ്ക്കാനൊക്കെ ആയിട്ടാണ് കേട്ടോ. ടൂൾസും കാര്യങ്ങളൊക്കെ കാര്യമുണ്ടോ, ടൂൾസ് 8 വോൾട്ട് സാധനങ്ങളൊക്കെ. ബാറ്ററി ഇല്ല, ബാറ്ററി ഞാനിപ്പോൾ ഒരു വണ്ടിയുടെ ബാറ്ററി അയച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്യാം. ഇത് നമ്മൾക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്യാനായിട്ട് സാധനം ഇവിടെ നിന്ന് എടുക്കണം. നമ്മളിത് പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ടിങ് ചെയ്തിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക്. കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടോ സാധനം ഇങ്ങനെ അപേക്ഷിച്ച്. എൻ്റെ അകത്ത് നോക്കുമ്പോൾ ഫിൽറ്ററൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതൊക്കെ എന്തുകൊണ്ടെന്ന് പറഞ്ഞുതരാം. വണ്ടി എന്തായാലും സ്റ്റാർട്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം നമ്മളുടെ വണ്ടി ഞാൻ എഞ്ചിൻ പടുന്നത്, ഞാൻ എൻ്റെ അനിയനും കൂടി എഞ്ചിൻ പടുന്ന വണ്ടിയാണിത്. ഓക്കെ, അപ്പോൾ ബാറ്ററി കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ വണ്ടി കിടക്കുന്നത് ഏകദേശം ഒരു സ്റ്റാർട്ടാവാണ്ട് കിടക്കുന്നത് ഒരു 6 മാസത്തോളം എന്തായാലും ഉണ്ടാവും കേട്ടോ. ഞങ്ങളെന്തായാലും വാഷ് ചെയ്തിട്ടതിന് ശേഷം വണ്ടി ഇങ്ങനെ ഇട്ടാണത്. അതാണ് ഇത്രയും ക്ലീനിങ് കാര്യങ്ങളായിട്ട് കിടക്കണത്. പക്ഷെ അകത്തും ഈ സൈഡൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്താ മഴ ഇപ്പോൾ പെയ്തത് കാരണം പുല്ലടക്കം പിടിച്ച് ബാക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 6 മാസത്തോളം ഈ വണ്ടി ഇങ്ങനെ കിടക്കണത് കേട്ടോ. പക്ഷെ വണ്ടി സ്റ്റാർട്ടാവുന്ന എനിക്ക് 100% ഉറപ്പാണ്. സ്റ്റീറിങ്ങിൻ്റെ ഓയിൽ കുറവുണ്ട്, അതിൻ്റെ പമ്പ് എന്താ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡാഷ്ബോർഡ് പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ വണ്ടി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യണേ. സ്റ്റാർട്ടായില്ല, ഹീറ്റ് ചെയ്തടിക്കാം. സ്റ്റാർട്ടായില്ല. ഓക്കെ, നമുക്ക് ഒന്ന് പമ്പിങ് ചെയ്യാം. കാരണം ഡീസൽ കുറവാണെന്ന് തോന്നുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. കാരണം കുറച്ച് ലോങ് സെൽഫായിരുന്നു, പിന്നെ നല്ല മഴയാണ്, ടെമ്പറേച്ചറൊക്കെ ഇതായി നിൽക്കുകയാണ്. ഓക്കെ, ഓക്കെ, വണ്ടി സ്റ്റാർട്ടിങ് ആണ്. ഇനി ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഈ ശബ്ദത്തിൽ കേൾക്കുമോയെന്നറിയില്ല. ഞാനപ്പോൾ ഒരു കാര്യം ഞാൻ എൻജിൻ ഓഫ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞു തരാം കേട്ടോ. കാരണം ഇതിന്മേൽ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻജിൻ ഓഫ് ചെയ്തിട്ട് പറഞ്ഞുതരാം. സ്റ്റാർട്ടിംഗ് ആണ് വണ്ടി പവറാണ്. ഈ വണ്ടി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2002 മോഡൽ ഇൻഡിക്കയാണ് കേട്ടോ. 2002 മോഡൽ ഇൻഡിക്ക എന്ന് പറയുമ്പോൾ ടർബോയും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഇൻഡിക്കയാണ്. അപ്പോൾ ഞാൻ ഈ വണ്ടിയിൽ ടർബോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഡിഗോൻ്റെ ടർബോ നമ്മൾ സെക്കൻഡ്സ് വാങ്ങിയിട്ട് നമ്മളിതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇൻഡിഗോൻ്റെ ടർബോ നമ്മുടെ ഈ ഒരു ഇൻഡിക്കയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗത്തായിട്ടാണ് ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വരിക. സാധാരണ ഗിയർ ബോക്സിൻ്റെ താഴത്താണ് ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വരാം.
ഞാനത് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഫിൽറ്റർ നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. ഇത് ഹിന്ദിക്കാൻ്റെ ഫിൽറ്റർ അല്ല, ഇത് കോളീസിൻ്റെ ഫിൽറ്ററാണ്. കോളീസിന് വരുന്ന സിംഗിൾ ഫിൽറ്ററാണ്. അപ്പോൾ അത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് പ്ലഞ്ചിങ്ങിന് എളുപ്പത്തിന് വേണ്ടിയാണ് മേലയിൽ ഇൻസ്റ്റാൾ ചെയ്തതാണിത്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പമ്പ്, ഇൻഡിഗോൻ്റെ പമ്പ് ഇതിന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാധാരണ ഇൻഡിഗയിൽ ഞാൻ ഇതിൻ്റെ പമ്പ് ഇൻസ്റ്റാൾ ചെയ്തു, ടർബോ ഇൻസ്റ്റാൾ ചെയ്തു. അതേപോലെ തന്നെ ഇതിൻ്റെ പിസ്റ്റൺ കാര്യങ്ങളൊക്കെ സാധാരണ ഇൻഡിഗേൻ്റെ പിസ്റ്റൺ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതായത് സാധാരണ ടർബോ ഇല്ലാത്ത വാഹനങ്ങളുടെ പിസ്റ്റൺ ആയിരുന്നു. അപ്പോൾ ഞാൻ അത് ടർബോ ടൈപ്പ് പിസ്റ്റൺ കാര്യങ്ങളെല്ലാം ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് തന്നെ ഞാൻ ഈ ഒരു വണ്ടി പണിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. 6 വർഷത്തോളമായിട്ടുണ്ട് ഞാൻ ഈ ഒരു വണ്ടി വാങ്ങിയിട്ട്. ഫസ്റ്റ് വണ്ടിയാണിത്. നമ്പർ പ്ലേറ്റ് വെള്ളപ്പൊക്കത്തിന് ഇങ്ങനെ പൊന്തി ഒടിഞ്ഞു പോയതാണ്. അപ്പോൾ അത് കാരണം സാധാരണ ഒട്ടിച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കെ. അപ്പോൾ ഇതിൻ്റെ ടാക്സും കാര്യങ്ങളും എന്തോ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി അകത്തെ കാര്യങ്ങൾ ഞാൻ കുറച്ച് പറഞ്ഞുതരാം. വണ്ടി സ്റ്റാർട്ടിങ് ആയി, ഞാൻ ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഒറ്റയടിക്ക് സ്റ്റാർട്ടാണ്. കുറച്ച് ലോങ് സെൽഫ് എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ ഈ തണുവിൻ്റെയാണ്. അകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടോ ഈ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ഇതേപോലെ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഗ്ലോ ബോക്സിൽ ഫ്രിഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജല്ല, നമ്മൾ ഈ എ സി ഇടുമ്പോൾ എ സിയുടെ സ്വിച്ച് പോയിട്ടുണ്ട്, അത് കംപ്ലയിൻസ് ഉണ്ട്. പക്ഷേ എ സി വർക്കിംഗ് ആണ് കേട്ടോ. ആ സ്വിച്ച് ഞങ്ങൾ മൈനസ് ഇട്ട് തിക്കിയിട്ടുണ്ടെങ്കിൽ എ സി വർക്കിംഗ് ചെയ്യും. ഞാൻ ഇവിടെ ഒരു ഔട്ട് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട്. ഈ ഹോൾ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടെ എ സി പറഞ്ഞ ഈ ഫ്ലോ ഉണ്ടല്ലോ, ഈ എ സിക്ക് പറഞ്ഞ ഈ ഒരു ഫ്ലോ, അപ്പോൾ നമ്മളിപ്പോൾ ലോങ്ങൊക്കെ പോണ സമയത്ത് നമ്മളെ എ സിയുടെ ഫ്ലോ ഇത് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിലേക്കാണ് ആ ഫ്ലോ വരുന്നത് ഫുള്ളും. അപ്പോൾ ഇതിലേക്ക് ഫ്ലോ വരുമ്പോൾ എന്തുണ്ടാവും, ഇതിൽ ബോട്ടിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കൂളിങ് ചെയ്ത് കിട്ടും കേട്ടോ. വേറെ എയർ ഓപ്പണിങ് കാര്യങ്ങളൊന്നും ഇല്ല ഇതിന്. ഇത് അടച്ചിട്ടുണ്ടെങ്കിൽ ക്ലോസറാണ്. അപ്പോൾ അത് കാരണം ഇതിനുള്ളിൽ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തണുപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഡാഷ്ബോർഡ് പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഞാൻ ഈ ഒരു വണ്ടി പെയിൻറ്റിങ് ചെയ്തിട്ട് ഏകദേശം 4 വർഷത്തോളമായി. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വണ്ടി ഓടിച്ച് കാണിച്ചു തരാം. ഇപ്പോഴും വണ്ടി റേസിങ് കാര്യങ്ങളെല്ലാം പക്കയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഓടിച്ച് നോക്കണം. വണ്ടി ഓടിച്ച് നോക്കാൻ തന്നെ നമ്മളുടെ ഇവിടെ പറമ്പിലും കാര്യങ്ങളിലൊക്കെ ഒന്ന് പോവാം, തിരിച്ച് വരാം. ഡീസൽ കുറവിൻ്റെ ഒരു ഇഷ്യൂസ് ഉണ്ട്. ഡീസൽ ഇതിൽ തീരെ കുറവ് കാണിക്കണം കേട്ടോ. എൻ്റെ കാണിക്കണത് ലൈറ്റ് ഓക്കെയാണ്, ഇതെല്ലാം വർക്കിംഗ് ഓക്കെയാണ് കേട്ടോ. സ്റ്റിയറിങ് ചെറിയ ടൈറ്റ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ഓയിൽ കുറച്ച് കുറവുണ്ട്, അത് ലീക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു കംപ്ലൈൻറ്റാണ് നമ്മൾ നിലവിൽ ഈ ഒരു വണ്ടിക്കുള്ളത്. ഇതിൻ്റെ ഇതൊന്ന് തുറക്കട്ടെ. ഓക്കെ, ഇത് ഒരു മെക്കാനിക്കൽ എൻജിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾക്കിപ്പോൾ വെള്ളം അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം അടിച്ച് കയറിയിട്ട് ഇലക്ട്രിക് സാധനങ്ങൾക്ക് കംപ്ലയിൻറ്റ്സ് വരെ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വണ്ടിക്ക് കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മെക്കാനിക്കൽ വണ്ടിയാണ്. ഇതിന് ECM BCM അങ്ങനെ ഒരു യൂണിറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി ക്രാങ്ക് ചെയ്താൽ വണ്ടി സ്റ്റാർട്ടാവും. പിന്നെ ഇഞ്ചക്ടറിൻ്റെ പവർ കൊണ്ട് വണ്ടി വർക്കിംഗ് ചെയ്യണം. അവിടെ പാടത്തേക്ക് ഇറങ്ങണ ഇറക്കം എന്ന് പറയുന്നത് ഭയങ്കര ഇറക്കണം, ഭയങ്കര വലിയ ഇറക്കണം കേട്ടോ. ഏകദേശം നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ ഇറക്കണം. ബ്രേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നേരെ അവിടെ ഒരു കോളുണ്ട്, അവിടെ പോയി കിടക്കും. അപ്പോൾ ഞാൻ വണ്ടി അങ്ങോട്ട് ഇറക്കണില്ല, കാരണം ടയർ ഏറും കുറവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടിട്ട് വളയ്ക്കാം. നിങ്ങളുടെ വണ്ടീനെ വാക്ക് റൗണ്ട് ചെയ്ത് കാണിച്ചു തരാം, കാരണം നിങ്ങളിങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ. ഓക്കെ, ഇതിനിപ്പോൾ കണ്ടീഷൻ കേട്ടോ. പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല. ടയറിൽ ബാക്കിലെ ടയറിന് ചെറിയ എയർ ഓറും പ്രശ്നമുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. അത് നല്ല കണ്ടീഷനാണ്. ബാക്ക് വശം നിങ്ങൾ കണ്ടിട്ടില്ലല്ലേ. ഓക്കെ, പിന്നെ ബാക്ക് സൈഡ് നമ്മളിതിപ്പോൾ ടൈപ്പ് 2 അല്ല ടൈപ്പ് 3 വണ്ടി കൺവേർട്ട് ചെയ്തിരുന്നു നമ്മൾ വാങ്ങിയിട്ട്.
ഓക്കെ, പണ്ടത്തെ വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയാനായിട്ട് പറ്റിയ ഒരു വണ്ടി. പണ്ട് ബുൾഡോസറിനെ ഞാൻ ഇതിന് വിളിച്ചിരുന്നത്. ഈ ഹുക്കൊക്കെ നമ്മൾ പഴയ വണ്ടിയുടെ കട്ടിങ് ചെയ്യാണ്ട് അവിടെ ബമ്പർ കട്ട് ചെയ്ത് ആ ഒരു ഹുക്ക് അവിടെ നിർത്തിയിരുന്നത്, കാരണം വണ്ടികൾ വലിക്കാനായിട്ട്. ഓക്കെ, പണ്ടത്തെ ഞങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയാണ് അത്. ഇപ്പോഴും ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയാണ്, ഫസ്റ്റ് വണ്ടി ഞങ്ങളുടെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് റിട്ടേൺ പോവാം. ഇപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. ലോങ് സെൽഫ് ഉണ്ടാകും, കാരണം ഇത് ഹീറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയല്ലേ. ലോങ് സെൽഫില്ല കേട്ടോ, ഒറ്റയടിക്ക് സ്റ്റാർട്ട്. ഫസ്റ്റത്തെ സ്റ്റാർട്ടിങ് ഇത് നല്ലൊരു കയറ്റമാണ് കേട്ടോ, പ്രശ്നമൊന്നുമില്ല, ഉഷാറാണ്. ഈ വണ്ടിനെ പറ്റി അറിയണ ഒരുപാട് ആൾക്കാർ കമൻറ്റ്സ് ചെയ്തിരുന്നു, ഈ വണ്ടിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്ത് ചേട്ടാന്നും പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാൻ ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഏകദേശം 5-6 മാസത്തിന് ശേഷമാണ് കേട്ടോ വണ്ടി ഇങ്ങനെ പുറത്തിടുന്നത് ഓർഡർ ഉള്ളത്. കയറി കിടക്കുകയായിരുന്നു. ഹോൺ വർക്കിംഗ് അല്ല എൻ്റെ, അത് എൻ്റെ കണക്ഷൻ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നമ്മളുടെ വണ്ടിയുടെ ഫസ്റ്റ് വണ്ടിയുടെ ഇഷ്ടം കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തതാണ് കേട്ടോ. ഇത് ഒരുപാട് ആൾക്കാർ കമൻസും ചെയ്ത് ചോദിച്ചിരുന്നു, ഈ വണ്ടിനെ പറ്റി അറിയണവർ ഒരുപാട് ആൾക്കാർ കമൻസും ചെയ്ത് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഈ വണ്ടിയുമുള്ളതും, അതുപോലെ തന്നെ ഓടിച്ചും കാണിച്ചു തന്നിട്ടുണ്ട്. ഏകദേശം 5 മാസത്തോളം കയറി കിടന്ന വണ്ടി ഇന്നൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഓടുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ വെള്ളപ്പൊക്കം പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ എറണാകുളത്തേക്ക് വെള്ളം കയറി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്താ അവസ്ഥ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും കെയർ ആയിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.